ഭാഗം 16. പ്രഭാതത്തിൽ പതിവ് പോലെ സുൽത്താൻ ഹമദ് തൻ്റെ കിടപ്പറയിലെ ജാലകത്തിരശ്ശീല നീക്കി അലാവുദ്ദീൻ്റെ കൊട്ടാരത്തിൻ്റെ നേർക്ക് നോക്കി. ഒരു ഞെട്ടലോടെ അദ്ദേഹം 2 അടി പിന്നാക്കം വെച്ചു. കണ്ണുകൾ അമർത്തി തിരുമ്മിക്കൊണ്ട് വീണ്ടും നോക്കി. ഇല്ല, സർവ്വ സൈന്യാധിപനും തൻ്റെ മകളുടെ ഭർത്താവുമായ അലാവുദ്ദീൻ്റെ കൊട്ടാരം അവിടെ കാണുന്നില്ല. കൊട്ടാരം മാത്രമല്ല, അതിൻ്റെ ഭാഗമായുള്ള സകല സംവിധാനങ്ങളും ഇല്ലാതായിരിക്കുന്നു. ആ ഭാഗമാകെ കനത്ത ശൂന്യത. സുൽത്താൻ വേഗം പ്രധാനമന്ത്രി ജാഫറിനെ ആളയച്ച് വരുത്തി. എന്നിട്ട് ചോദിച്ചു, എവിടെ എൻ്റെ മകളുടെയും മരുമകൻ്റെയും കൊട്ടാരം? ജാഫർ ജാലകത്തിലൂടെ വീണ്ടും വീണ്ടും തുറച്ചു നോക്കി. അയാളും കണ്ടില്ല. അവിടെ കൊട്ടാരമോ? കൊട്ടാരത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണമോ കാണുന്നില്ല. ഒരു നിമിഷ നേരത്തേക്ക് ജാഫർ ഒരക്ഷരം പറഞ്ഞില്ല. പിന്നെ പതുക്കെ പരിഹാസത്തിൻ്റെ ഒരു തണുത്ത പുഞ്ചിരി മുഖത്ത് നിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ സുൽത്താൻ പ്രഭു, ആ അലാവുദ്ദീൻ മായക്കാരനാണെന്ന്. അങ്ങയുടെ മകളെ സ്വന്തമാക്കാൻ വേണ്ടി കളിച്ച കൺകെട്ട് വിദ്യകളായിരുന്നു അതൊക്കെ. കൊട്ടാരവുമില്ല, കൊത്തളവുമില്ല, ഒക്കെ ഒരു തോന്നൽ. ഇപ്പോൾ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരിയും അവിടുന്ന് അപ്രത്യക്ഷയായി. സുൽത്താൻ പ്രഭു, ആ അലാവുദ്ദീൻ അങ്ങയെ കബളിപ്പിച്ചതായിരുന്നു. ജാഫർ അതിനു മുമ്പും പലതവണ പറഞ്ഞത് വിശ്വസിക്കാതിരുന്ന സുൽത്താൻ ഇത്തവണ അത് വിശ്വസിച്ചു. വേട്ടയ്ക്ക് പോയ അലാവുദ്ദീനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം 30 പടയാളികളെ അയച്ചു. അലാവുദ്ദീൻ നഗരത്തിലേക്ക് തിരിച്ചു വരിക തന്നെയായിരുന്നു. ഭടന്മാർ അവനെ അവൻ്റെ വെളുത്ത കുതിരപ്പുറത്തു നിന്നും ഇറക്കി കൈകാലുകൾ ബന്ധിച്ച് കൊട്ടാരമുറ്റത്തേക്ക് കൊണ്ടുവന്നു. അലാവുദ്ദീനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന നഗരവാസികൾ വിവരം കേട്ടറിഞ്ഞ് കൊട്ടാരമുറ്റത്ത് തിങ്ങി നിറഞ്ഞു. അലാവുദ്ദീൻ്റെ കഴുത്ത് വെട്ടാനായിരുന്നു രാജാജ്ഞ. അതനുസരിച്ച് ജാഫർ ഭടന്മാരോട് അവൻ്റെ കണ്ണുകൾ കെട്ടാൻ ആജ്ഞാപിച്ചു. ആരാച്ചാർ വന്നു. അയാൾ അലാവുദ്ദീനോട് മുട്ടുകുത്തി നിൽക്കാൻ കൽപ്പിച്ചു. തിങ്ങിക്കൂടിയ ജനം അപ്പോഴേക്ക് പ്രതിഷേധിക്കുവാൻ തുടങ്ങി. അവർ കൊട്ടാരത്തിൻ്റെ വലിയ മതിലുകളിൽ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് താഴേക്ക് ചാടി. അലാവുദ്ദീന് സംരക്ഷണം നൽകാൻ അവർ കൂട്ടത്തോടെ മുന്നോട്ട് ഇരച്ചു വന്നു. സംഭവം വലിയ ബഹളത്തിലേക്ക് നീങ്ങും എന്ന് കണ്ട ജാഫർ സുൽത്താനോട് തൽക്കാലത്തേക്ക് വധശിക്ഷ മാറ്റിവെക്കുവാൻ പറഞ്ഞു. രാജശാസനകൾ പിന്നെയും ഉണ്ടായി. വധശിക്ഷയ്ക്കുള്ള വാൾ പൊതിഞ്ഞു കെട്ടിയിട്ട് ആരാച്ചാർ തിരിച്ചുപോയി. അലാവുദ്ദീൻ്റെ കണ്ണുകളിലെ കെട്ട് ഒരു ഭടൻ വന്ന് അഴിച്ചു. അതുവരെയും ഭയവും അമ്പരപ്പും കൊണ്ട് സ്തബ്ധനായി നിന്ന അലാവുദ്ദീൻ അപ്പോൾ ദീനമായ ശബ്ദത്തിൽ സുൽത്താനോട് ചോദിച്ചു, ഗുലഫ്ഷയുടെ ഉപ്പാവ, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? കോപം കൊണ്ട് സമനില തെറ്റിയ സുൽത്താൻ അലറി, കള്ള ഹിമാറെ, നാശം പിടിച്ചവനെ! വിറയ്ക്കുന്ന ചൂണ്ടുവിരൽ അപ്പുറത്തേക്ക് ചൂണ്ടി സുൽത്താൻ, പറ, എവിടെ നിന്റെ കൊട്ടാരവും എൻ്റെ മകളും? നിന്റെ കൊട്ടാരത്തിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, പക്ഷേ എൻ്റെ മകളെ എനിക്ക് വേണം. സുൽത്താൻ വിരൽ ചൂണ്ടിയ ഇടത്തേക്ക് ഞെട്ടലോടെ നോക്കി അലാവുദ്ദീൻ. തൻ്റെ കൊട്ടാരം നിന്ന ഇടം ശൂന്യം. അലറിക്കൊണ്ടുള്ള സംസാരം സുൽത്താൻ തുടർന്നു. ആ അലർച്ചയിൽ മുഴുങ്ങിയ വാക്കുകളിൽ നിന്നൊക്കെ അലാവുദ്ദീൻ വലിയ ഭയത്തോടെ മനസ്സിലാക്കി, അവൻ്റെ കൊട്ടാരവും അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുമൊക്കെ രായ്ക്ക് രാമാനം അപ്രത്യക്ഷരായിരിക്കുന്നു, തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. തനിക്കൊന്നും അറിയില്ലെന്ന് കരഞ്ഞു പറഞ്ഞു. സുൽത്താൻ ഒരു തരത്തിലും വഴങ്ങാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഗുലഫ്ഷയെ കണ്ടെത്താൻ 40 ദിവസത്തെ സമയം ചോദിച്ചു അവൻ. അലാവുദ്ദീൻ്റെ ദീനമായ അപേക്ഷയിൽ മനസ്സലിഞ്ഞ സുൽത്താൻ അവന് 40 ദിവസത്തെ സമയം കൊടുക്കുകയും ചെയ്തു. അതിനുള്ളിൽ ഗുലഫ്ഷയെ കണ്ടുപിടിച്ച് എത്തിച്ചില്ലെങ്കിൽ അവന് മരണം തന്നെ ഗതി. നഗരവീഥികളിൽ തോറും കരഞ്ഞുകൊണ്ട് നടന്നു അലാവുദ്ദീൻ. അവൻ്റെ പഴയ വീട്ടിൽ ചെന്ന് ഉമ്മയോട് ചോദിച്ചു. കരയാനല്ലാതെ ആ പാവം സ്ത്രീക്കും ഒന്നും പറയാനുണ്ടായില്ല. അവൻ തെരുവിലേക്കിറങ്ങി 3 ദിവസത്തോളം അവൻ കണ്ടവരോടൊക്കെ ചോദിച്ചു. ചിലരൊക്കെ അവനെ പരിഹസിച്ചു, ചിലർ അനുതപിച്ചു, മറ്റു ചിലരാകട്ടെ തികഞ്ഞ നിസ്സഹായതയോടെ അവനെ നോക്കി. താൻ ഒരിക്കലും ഗുലഫ്ഷയെ കണ്ടെത്താൻ പോകുന്നില്ലെന്ന് അലാവുദ്ദീന് പതുക്കെ ബോധ്യം വരാൻ തുടങ്ങി. ആരാച്ചാരുടെ കയ്യിലുള്ള വാൾ കൊണ്ടുള്ള മരണത്തേക്കാൾ എത്രയോ ഭേദം ആത്മഹത്യയാണെന്ന് അവൻ നിശ്ചയിച്ചു.
ഇത്രയും കാലം വളരെ സ്നേഹത്തോടെയും ആരാധനയോടെയും കണ്ടിരുന്ന നഗരജനങ്ങൾ ഇനി തന്നെ ഒരു നീചനോടെന്ന പോലെ വെറുപ്പോടെയും നിന്ദയോടെയും പെരുമാറുമല്ലോ എന്നോർത്തവൻ വല്ലാതെ സങ്കടപ്പെട്ടു. 3-ാം ദിവസം സന്ധ്യയ്ക്ക് അവൻ ജോർദാൻ നദിയുടെ തീരത്തെത്തി. അവൻ അസ്തമയ സൂര്യൻ്റെ നേർക്ക് നോക്കി പറഞ്ഞു, ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരം, എൻ്റെ അവസാനത്തെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അവസാനത്തിൽ മുഖം അമർത്തി ഒഴിയുന്നതിനിടെ അവൻ്റെ വിരലുകൾ കൈവിരലിൽ കിടന്ന മന്ത്രമോതിരത്തിൽ അമർന്നുരഞ്ഞു. പെട്ടെന്ന് തന്നെ ജിംഹാഗ് എന്ന ഭൂതം അവൻ്റെ മുന്നിൽ എത്തി. ഞാൻ ജിംഹാഗ്, മോതിരത്തിലെ ഭൂതം. ആജ്ഞാപിച്ചാലും എന്തു വേണം? എന്തു പറ്റി എൻ്റെ കൊട്ടാരത്തിനും എൻ്റെ ഗുലഫ്ഷയ്ക്കും എന്ന് പറഞ്ഞു തരാമോ? അലാവുദ്ദീൻ ദയനീയമായി അപേക്ഷിച്ചു. കൊട്ടാരത്തെയും രാജകുമാരിയെയും സിംഗാലോ സുംഗ്ല ആഫ്രിക്കയിൽ എത്തിച്ചു കഴിഞ്ഞു എന്ന് ജിംഹാഗ് പറഞ്ഞു. കൊട്ടാരവും രാജകുമാരിയും തിരികെ എത്തിക്കണം, ഉടനെ തിരിച്ചു കൊണ്ടുവരൂ, അലാവുദ്ദീൻ പറഞ്ഞു. അത് എൻ്റെ വരുതിയിൽപ്പെട്ട കാര്യമല്ല യജമാനെ. കൈവിളക്കിലുള്ള കയാമത്ത് ജിന്നിനു മാത്രമേ അതിന് കഴിയൂ. എങ്കിൽ എൻ്റെ ഭാര്യ ഉള്ളിടത്തേക്ക് എന്നെ എത്തിക്ക്, അലാവുദ്ദീൻ വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ അലാവുദ്ദീൻ ആഫ്രിക്കൻ കാട്ടിലെത്തി. കയാമത്ത് ജിൻ അവന് വേണ്ടി ഉണ്ടാക്കിയ 24 ജാലകങ്ങളുള്ള കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ചെന്ന് വീണു അലാവുദ്ദീൻ. വീണ ഉടനെ ക്ഷീണം കാരണം അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷികളുടെ ചിലപ്പും കൂജനവും കേട്ടാണ് അലാവുദ്ദീൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. അവന് കണ്ണുകൾ തുറക്കാൻ തോന്നിയതേയില്ല. അർത്ഥമയക്കത്തിൽ അങ്ങനെ കിടന്നുകൊണ്ട് അവൻ വിചാരിച്ചു, അതെ, തൻ്റെ ഇപ്പോഴത്തെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം നഷ്ടപ്പെട്ട ആ കൈവിളക്ക് തന്നെ. എങ്ങനെയാവും മന്ത്രവാദി അത് മോഷ്ടിച്ചത്? ഭാഗം 16 ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.